നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. പാലക്കാട് BJP പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അഞ്ചുവിളക്കിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയായിരുന്നു പ്രകടനം. തുറന്ന ജീപ്പിൽ NDA സ്ഥാനാർത്ഥികൾക്കൊപ്പം നീങ്ങിയ പ്രധാനമന്ത്രി റോഡിന് ഇരുവശവും കാത്തുനിന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. പാലക്കാട്, പൊന്നാനി മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്തു. 2 മാസത്തിനിടെ 5ാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയത്. വിവരങ്ങളുമായി ഇപ്പോൾ S. വിജയകുമാർ ചേരുന്നുണ്ട്. വിജയകുമാർ, അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നതിന് ശേഷവും പ്രധാനമന്ത്രി കേരളത്തിലേക്ക്, അതിനു മുൻപും അദ്ദേഹത്തിന്റെ റോഡ് ഷോകൾ നമ്മൾ കണ്ടതാണ്. പാലക്കാട്ടും റോഡ് ഷോ, എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ? ഉന്മേഷ്, കേരളത്തിലെ പൊതുതെരഞ്ഞെടുപ്പിന് തീയതി കുറിച്ചതിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം വഹിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ചുക്കാൻ ഏറ്റെടുക്കാൻ കേരളത്തിലെത്തുന്നത്. അദ്ദേഹം പത്തനംതിട്ട കഴിഞ്ഞ ആഴ്ച എത്തിയപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് ശേഷമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. അതിനുശേഷം മോദി പങ്കെടുക്കുന്ന ആദ്യത്തെ പൊതുപരിപാടി കേരളത്തിൽ നടന്നത് ഇന്നാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമുള്ള ഒരു റോഡ് ഷോ. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അഞ്ചുവിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ആ റോഡിന് ഇരുവശത്തും പ്രവർത്തകർ ധാരാളമായി ഈ കൊടും ചൂടിനെ അവഗണിച്ച് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്താണ് കടന്നുപോയത്. പിന്നീട് പാലക്കാട്ടെ ജനങ്ങൾക്ക്, BJP പ്രവർത്തകർക്കൊക്കെ പിന്നീട് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു. പാലക്കാട്, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. BJP സംസ്ഥാന അധ്യക്ഷനോടൊപ്പം സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിയുടെ തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു. ഇത് ഒരുപക്ഷെ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ നടക്കാനിരിക്കുന്ന കൂടുതൽ പ്രചാരണ പരിപാടികളുണ്ട്. BJP കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം വഹിക്കാൻ പോകുന്ന പ്രചാരണ പരിപാടികളുടെ തുടക്കം കുറിക്കുന്നതാകാം പാലക്കാട്ടെ ഈ റോഡ് ഷോ എന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ഒക്കെയായി പ്രധാനമന്ത്രിയുടെ പരിപാടികൾ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ആഴ്ചകളിലൊക്കെ വരാനിരിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ വലിയ പ്രതീക്ഷയാണ് BJP കേന്ദ്ര നേതൃത്വം ഇത്തവണ വയ്ക്കുന്നത്. കഴിഞ്ഞ തവണ 130-ൽ 30 സീറ്റുകളാണ് BJPക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചത്. അതിൻ്റെ എണ്ണം കൂട്ടുക, അത് 40-ഓ 50-ഓ ഒക്കെ ആക്കി ഉയർത്തുക എന്നതാണ് BJPയുടെ ഒരു മിഷൻ സൗത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ അദ്ദേഹം എത്തുന്നത്. കഴിഞ്ഞ 3 മാസത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 5 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിട്ടുണ്ട്. റോഡ് ഷോകൾ, പൊതുസമ്മേളനങ്ങളൊക്കെയായി അദ്ദേഹം വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കേരളത്തിൽ BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഒരു റോഡ് ഷോ പാലക്കാടെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട് BJP ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ സെഗ്മെന്റുകളിൽ BJP വോട്ട് കൂട്ടുന്നുണ്ട്. പാലക്കാട് കടുത്ത രാഷ്ട്രീയ പോരാട്ടം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തി. മലമ്പുഴയിലൊക്കെ 2ാം സ്ഥാനത്ത് വരുന്നുണ്ട് തുടർച്ചയായി. അത്തരം നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് പാലക്കാട്. അവിടെ കേവലം വോട്ട് വർധനയ്ക്ക് അപ്പുറത്തേക്ക് അതൊരു സീറ്റായി അതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയുമോ എന്ന രാഷ്ട്രീയ സാധ്യതയാണ് BJP ദേശീയ നേതൃത്വം തുടർച്ചയായി പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് പാലക്കാട്ട് തന്നെ ഈ റോഡ് ഷോയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത് പ്രധാനമന്ത്രി. തൃശ്ശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങിലും ഒക്കെ പോലെ BJP പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പാലക്കാട്ടുകാരൻ തന്നെയായ C. കൃഷ്ണകുമാറിനെ BJP മത്സരരംഗത്ത് ഇറക്കിയതും കേവലം ഒരു മത്സരം എന്നതിനപ്പുറത്തേക്ക് ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കുക എന്ന നിലയിൽ തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കൊണ്ട് BJPക്ക് രാഷ്ട്രീയമായി ഗുണമൊന്നും ഉണ്ടാകില്ല എന്ന് LDFും UDFും ഇന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ആത്മവിശ്വാസത്തോടെയാണ് പ്രധാനമന്ത്രി മടങ്ങിയതെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത്. പ്രതീക്ഷ കുറെ കൂടി വർദ്ധിച്ചു എന്നാണ് സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാറും ഈ റോഡ് ഷോയ്ക്ക് ശേഷം പറഞ്ഞത്. ഉന്മേഷ്, S. വിജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് SPG ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ടാണ് പാലക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്ന് മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി M. അബ്ദുൽ സലാം. പിന്നീട് അവസരം ലഭിച്ചെങ്കിലും തിക്കിത്തിരക്കി നിൽക്കാൻ കഴിയാത്തതിനാൽ മലപ്പുറത്തേക്ക് മടങ്ങി. ചെറിയ പിഴവെന്നും വിവാദമാക്കാനില്ലെന്നും M. അബ്ദുൽ സലാം 24നോട് പറഞ്ഞു. നിഖിൽ പ്രമേഷുണ്ട് ഇപ്പോൾ പാലക്കാട്. നിഖിൽ, എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ വരുന്ന വിശദീകരണം? ഉന്മേഷ്, നേരത്തെ അറിയിച്ചിരുന്നത് പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോയിൽ
പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനൊപ്പം പൊന്നാനി സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ മലപ്പുറം സ്ഥാനാർത്ഥിയും ഉണ്ടാകുമെന്നാണ് അറിയിച്ചത്. ആലത്തൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ പൂർത്തിയായിട്ടില്ല, നമുക്കറിയാം. ഈ പശ്ചാത്തലത്തിൽ 3 സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതിരാവിലെ തന്നെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മലപ്പുറം സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൾ സലാം എത്തിച്ചേരുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ റോഡ് ഷോ നടക്കുന്ന സമയത്ത് ഈ വാഹനത്തിൽ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. ഇതിന്റെ കാരണം നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ലിസ്റ്റ് SPGക്ക് നൽകിയ ലിസ്റ്റിൽ, അദ്ദേഹത്തിന്റെ പേര് SPGക്ക് നൽകിയ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് അറിയുന്നത്. SPG താൻ ഈ വാഹനത്തിൽ കയറാൻ വന്നപ്പോൾ തന്റെ പേര് ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞ് തന്നെ വാഹനത്തിൽ കയറുന്നതിൽ നിന്ന് വിലക്കുകയായിരുന്നു എന്ന് അദ്ദേഹം അറിയിക്കുന്നു. ഈ വാഹനത്തിൽ കയറാൻ പോയപ്പോഴാണ് ഈ കാര്യം അറിയിച്ചത്. അതിനു മുൻപ് താൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. താനാണ് സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചു. അദ്ദേഹം തനിക്ക് ആശംസകൾ നേർന്നു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് താനും ആശംസകൾ നേർന്നു. പക്ഷേ അദ്ദേഹത്തോടൊപ്പം വാഹനത്തിൽ കയറാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. അതേസമയം ഇത് വിവാദമാക്കേണ്ടതില്ലെന്നും അത് ഒരുമിച്ച് ഇത്രയധികം ആളുകൾ ആ വാഹനത്തിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം താൻ മനസ്സിലാക്കിയെന്നും 4-5 മണിക്കൂർ വെയിൽ കൊണ്ടതിനാൽ മലപ്പുറത്തേക്ക് മടങ്ങുകയാണ് എന്നും അദ്ദേഹം ഞാൻ ടെലിഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചു. എന്തായാലും ഇത് രാഷ്ട്രീയ വിവാദമാക്കേണ്ട എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ നേതൃത്വം ഉള്ളത്. ഉണ്ടായത് ഒരു സാങ്കേതിക പിഴവാണ് എന്നുള്ളതാണ് ഡോക്ടർ എം അബ്ദുൾ സലാം വ്യക്തമാക്കുന്നത്. ശരി, നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് തന്നെയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഉടൻ പുറത്തിറക്കും. കരട് പ്രകടന പത്രിക പരിശോധിച്ച് അംഗീകരിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തുടങ്ങി. ACC ആസ്ഥാനത്താണ് യോഗം. കോൺഗ്രസ് പ്രകടന പത്രിക ജനങ്ങളുടെ ശബ്ദമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരാൻ പോകുന്നു. ഇപ്പോൾ നിതിൻ, പ്രകടന പത്രിക എപ്പോഴാണ് പുറത്തിറക്കുക? ഒപ്പം ഈ കോൺഗ്രസിന്റെ ബാക്കി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എപ്പോൾ പ്രതീക്ഷിക്കാം നിതിൻ? ഇന്ന് പ്രവർത്തക സമിതി പ്രകടന പത്രികയ്ക്ക് അംഗീകാരം നൽകും. അതിനുശേഷം വരും ദിവസങ്ങളിൽ എന്തായാലും പ്രകടന പത്രിക പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ പ്രകടന പത്രിക ജനങ്ങളുടെ ശബ്ദമാണെന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് പ്രവർത്തക സമിതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ അത് നിറവേറ്റും, ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞുവെന്നും ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ അല്പസമയം മുമ്പ് തന്നെ പ്രവർത്തക സമിതിയിൽ അറിയിച്ചു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ച 25 ഉറപ്പുകൾ പ്രകടന പത്രികയുടെ ഭാഗമാകും. നമുക്കറിയാം, കർഷകർക്ക് ആശ്വാസമായി താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പ്, അതോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കും. അതോടൊപ്പം മറ്റു ചില പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇവയെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചൊരു പ്രകടന പത്രികയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുന്നേ പ്രകടന പത്രികയുടെ സമിതി രൂപീകരിച്ചത്. അതിനുശേഷം പിന്നീട് ഇന്നിപ്പോൾ പ്രവർത്തക സമിതി അതിപ്പോൾ അംഗീകാരം നൽകാൻ പോവുകയാണ്. എന്തായാലും വരും ദിവസങ്ങളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് സമിതി ചേരുന്നു. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുമോ എന്ന കാര്യത്തിലാണ്. എന്തായാലും ഹൈക്കമാൻഡ് നേരത്തെ അതിലൊരു അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ അതൊരു വിശദ ചർച്ചയ്ക്ക് വരും. അതോടൊപ്പം മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി ചർച്ചകളും എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. അതിനുശേഷം നാളെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ഘട്ടങ്ങളായി ഇതുവരെ 82 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉന്മേഷ്, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. RJD നേതാവ് വി സുരേന്ദ്രൻ പിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. കവടിയാറിൽ വീട്ടിലെത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രൻ പിള്ളയെ കണ്ടത്. മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കൾ എത്തുമെന്ന് BJP ആവർത്തിക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ ദൃശ്യങ്ങളുടെ രാഷ്ട്രീയം എന്താണ് ഷഫീദ്? ഉമേഷ, ഈ കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള BJPയിലേക്കുള്ള കൂടുമാറ്റം അത് വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു ഇടത് മുന്നണിയിൽപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ നേതാവ് ഇപ്പോൾ ഒരു BJP സ്ഥാനാർത്ഥിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ന് രാവിലെ 9:15 കവടിയാറുള്ള വി സുരേന്ദ്രൻപിള്ളയുടെ വീട്ടിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തി. ഏതാണ്ട് 15 മിനിറ്റോളം നേരം ഇരുവരും വീട്ടിൽ കൂടിക്കാഴ്ച നടത്തി. ഇക്കാര്യത്തിൽ അതിനുശേഷം കാറിലേക്ക് സുരേന്ദ്രൻപിള്ള തന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി രാജീവ് ചന്ദ്രശേഖരനെ മടക്കി അയക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സൗഹൃദ സന്ദർശനം എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. അതേസമയം സുരേന്ദ്രൻപിള്ള ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തന്നെ വീട്ടിൽ വന്ന് കണ്ട്
രാജീവ് ചന്ദ്രശേഖർ വോട്ട് അഭ്യർത്ഥിച്ചു. എന്നാൽ താൻ പന്ന്യൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല താൻ ഇടതുമുന്നണിയുടെ ഭാഗമാകും, അതുകൊണ്ട് വോട്ട് ചെയ്യുക അത് സാധ്യമല്ലാത്തൊരു കാര്യമാണെന്ന് മറുപടി നൽകിയെന്നുള്ള കാര്യം അത് സുരേന്ദ്രൻ പിള്ളയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രത്യേകതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലടക്കം ഇടതുമുന്നണി നേതാക്കൾക്കൊപ്പം തന്നെ ഈ സുരേന്ദ്രൻ പിള്ളയും പങ്കെടുത്തത്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ എന്നുള്ളത് വളരെ കൗതുകപൂർവ്വം ഈ രാഷ്ട്രീയ നിരീക്ഷകരടക്കം നിരീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഇക്കാര്യത്തിൽ കോൺഗ്രസിന് മുൻപിലേക്ക് വീണ് കിട്ടിയ ഒരു വടി കൂടിയാകും ഇത്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണത്തിന് സുരേന്ദ്രൻപിള്ള തയ്യാറായിട്ടില്ല. ഈ സുരേന്ദ്രൻപിള്ള നിലവിൽ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ നിലപാട്, അതല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ CPM-ന്റെ നിലപാട് അത് നിർണായകമായി മാറുകയും ചെയ്യും. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കാസർഗോഡ് BJP യോഗത്തിനിടെ പ്രവർത്തകർ തമ്മിൽ സംഘർഷം. മഞ്ചേശ്വരം കുഞ്ചത്തൂർ പഞ്ചായത്തിൽ നടന്ന ശില്പശാലയ്ക്കിടെ നേതാക്കളെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്നാരോപിച്ചായിരുന്നു ഈ പ്രതിഷേധം. അരുൺ പാറക്കൽ ഇപ്പോൾ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് ഈ കുഞ്ചത്തൂർ പഞ്ചായത്തിലെ BJPയുടെ ശില്പശാലയായിരുന്നു. ജില്ലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP പല പഞ്ചായത്തുകളിലും ശില്പശാല സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ അവസാനത്തെ ശില്പശാലയായിരുന്നു ഈ കുഞ്ചത്തൂർ പഞ്ചായത്തിൽ. ഇതിലേക്കാണ് ഈ രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പത്മനാഭ കടപ്പുറം, അഡ്വക്കേറ്റ് നവീൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിലെത്തി പ്രതിഷേധിച്ചത്. അവിടെ ഈ പരിപാടിക്കെത്തിയ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധാമ ഗോസാഡ, നവനീത് ബഡാജെ ഇവരാണ് ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിക്കുന്നത്. ഇവർക്ക് നേരെയാണ് പ്രതിഷേധമുണ്ടായത്. നേതാക്കളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ജില്ലാ പ്രസിഡന്റ് ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചില്ല. ഈ യോഗത്തിലേക്ക് ഇവരെ ക്ഷണിച്ചില്ല. മാത്രമല്ല ഇവിടെ ചില പ്രാദേശിക വിഷയങ്ങളൊക്കെയുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടായിരുന്നു. അത് സംഘടനാ ജനറൽ സെക്രട്ടറിയെ നേരിട്ടെത്തിയാണ് ഈ വിഷയങ്ങളൊക്കെ പരിഹരിച്ചത്. എന്നാൽ ഇപ്പോഴും അതിന്റെ അസ്വാരസ്യങ്ങൾ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്, കാസർഗോഡ് ജില്ലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ML അശ്വിനി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില അസ്വാരസ്യങ്ങളും ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നലെ ഈ ഒരു ശില്പശാലയിലേക്ക്, കുഞ്ചത്തൂർ പഞ്ചായത്തിൽ BJP സംഘടിപ്പിച്ച ശില്പശാലയിലേക്ക് രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രാദേശിക വിഷയങ്ങളാണ് കാരണമെന്നാണ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിശദീകരണം. ഈ അംഗങ്ങളെ നേരത്തെ പുറത്താക്കിയ ആളുകളാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അടുത്തിടെയാണ് ഇവരെ തിരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നത്. ഇനിയും നടപടി ഉണ്ടായേക്കാം, ഈ പ്രതിഷേധത്തിന്റെ ഒരു കാരണമായി ഇനിയും നടപടി ഉണ്ടായേക്കാം എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഉന്മേഷ്. അരുൺ പാറക്കൽ, കാസർഗോഡ് നിന്ന്. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പടയപ്പയെ കാട്ടിലേക്ക് തുരത്താൻ ശ്രമം തുടങ്ങി. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ചിപ്പോൾ നിരീക്ഷിക്കുകയാണ്. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലാണ് നിലവിൽ പടയപ്പ ഉള്ളത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇപ്പോൾ നിലവിൽ എവിടെയാണ് പടയപ്പ ഉള്ളത്? ഈ തുരത്തൽ ശ്രമം എവിടെ വരെ എത്തി? പടയപ്പ ഇപ്പോൾ ജനവാസ മേഖലയോട് ചേർന്നുള്ളൊരു ചോലയ്ക്കകത്താണുള്ളത്. വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പടയപ്പയ്ക്ക് വേണ്ടി പ്രത്യേക നിരീക്ഷണ സംഘത്തെ വനംവകുപ്പ് നിയോഗിച്ചത്. മാത്രമല്ല ഇതൊരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള നിരീക്ഷണം ഏർപ്പെടുത്താനും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ആളുകൾ എത്തിപ്പെടുക എന്ന് പറയുന്നത് എപ്പോഴും അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ആനയെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ആ സാഹചര്യത്തിൽ ഡ്രോണുകൾ, ഏതൊക്കെ ഡ്രോണുകൾ വാങ്ങണമെന്നുള്ള ഒരു പരീക്ഷണം കൂടി ഇന്നിവിടെ നടക്കുകയാണ്. 2 ഡ്രോണുകളാണ് ഇന്ന് വനംവകുപ്പ് ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഏറെക്കുറെ കൺഫേം ചെയ്തിട്ടുമുണ്ട്. അത് വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടുമുണ്ട്. നൈറ്റ് വിഷൻ ഉൾപ്പെടെയുള്ള സംവിധാനത്തോടു കൂടിയ ഡ്രോണാണ് ഇവിടെ വനംവകുപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പടയപ്പയെ മാത്രമല്ല മറ്റാനകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയും അതിന്റെ ഒരു അത് ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചോലവനത്തിൽ നിൽക്കുന്ന പടയപ്പ വെയിലാറിയതിനു ശേഷം വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ ആശങ്ക ഇവിടുത്തെ തോട്ടം മേഖലയിലെ ആളുകൾക്കുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ സംപ്രേഷണം ചെയ്തെന്ന കേസിൽ പതഞ്ജലി സഹസ്ഥാപകൻ ബാബ രാംദേവ് നേരിട്ട് ഹാജരാകണമെന്ന് സുപ്രീം കോടതി. നേരത്തെ നൽകിയ ഉറപ്പുകൾ പതഞ്ജലി ലംഘിച്ചെന്ന് കോടതി നിരീക്ഷിച്ചു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്. ആർക്കെ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ബാബ രാംദേവിന്റെ കമ്പനി പ്രസിദ്ധീകരിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി
അതൃപ്തി കഴിഞ്ഞ നാളുകളിൽ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. നവംബറിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശം ഉത്തരവിന്റെ രൂപേണ കോടതി ഈ കമ്പനിക്ക് നൽകിയിരുന്നു. പതഞ്ജലി ഈ വ്യവസ്ഥകൾ പാലിച്ചല്ല പിന്നീട് പരസ്യങ്ങൾ പ്രക്ഷേപണം ചെയ്തത് എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മരുന്നുകൾ എന്ന രൂപേണ ഈ പദാർത്ഥങ്ങൾ വിറ്റഴിച്ചു എന്നുള്ളതാണ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചു എന്നുള്ളതാണ് കോടതി ഇപ്പോൾ അനുമാനം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് IMA ആണ് ഈ കേസ് സമർപ്പിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടംപ്റ്റ് നടപടികളിൽ നേരിട്ട് ഹാജരാകാനായിട്ട് ബാബ രാംദേവ് അടക്കമുള്ള കമ്പനിയുടെ ചുമതലക്കാരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ നൽകുക, മരുന്നാണ് എന്ന് പറഞ്ഞ് പദാർത്ഥങ്ങൾ വിറ്റ് അമിതമായിട്ടുള്ള ലാഭം നേടുക, ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾക്ക് തുടർച്ചയായിട്ട് ബാബ രാംദേവിനോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനൊപ്പം വേദി പങ്കിട്ട NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെതിരെ നടപടി. മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായരെ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കി. കഴിഞ്ഞ ദിവസം പാലായിൽ നടന്ന LDF പ്രചാരണ പരിപാടികളിലാണ് CP ചന്ദ്രൻ നായർ പങ്കെടുത്തത്. ടോബി ജോൺസൺ ഇപ്പോൾ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി? LDFന്റെ പരിപാടിയിൽ പ്രത്യേകിച്ചും തോമസ് ചാഴിക്കാടനുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് തനിക്ക് ഇങ്ങനെ ഒരു നടപടി നേരിടേണ്ടി വന്നത് എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം നമ്മളോട് ഫോണിൽ പങ്കുവച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പാലായിലെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം അടക്കമുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തത്. ഇതേ തുടർന്നാണ് ഈ ഒരു നടപടി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ ഈ മീനച്ചിൽ താലൂക്ക് യൂണിയന്റെ ചുമതലയിൽ നിന്ന് മാറ്റി അവിടെ വൈസ് പ്രസിഡന്റിന് പകരം ചുമതല ഇപ്പോൾ NSS നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഔദ്യോഗികമായി എന്തായാലും NSSന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴാണ് ഈ ഒരു വിവരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടക്കുന്നതിനിടയിൽ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളൊരു കാരണമാണ് തന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു വിവരമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ജസ്ന തിരോധാന കേസിൽ ലോക്കൽ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നില്ല CBI ചെയ്യേണ്ടിയിരുന്നതെന്ന് മുൻ ക്രൈംബ്രാഞ്ച് SP KG സൈമൺ. ലോക്കൽ പോലീസ് ആദ്യ 48 മണിക്കൂറിൽ അന്വേഷിച്ച് കണ്ടെത്താതിരുന്നത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പ്രതിസന്ധിയായതെന്നും KG സൈമൺ 24 പറഞ്ഞു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. രാഹുൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിലാണ് പോലീസ് ഈ കേസ് ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസിന് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു. കേസിലെ നിർണായകമായ ആദ്യത്തെ 48 മണിക്കൂറിൽ യാതൊരു വിധത്തിലുള്ള കണ്ടെത്തലുകളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നടക്കമുള്ള പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഈ പരാമർശത്തെ പൂർണ്ണമായിട്ടും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KG സൈമൺ തള്ളുകയായിരുന്നു. അങ്ങനെ ഒരു വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കുകയല്ലായിരുന്നു CBI ചെയ്യേണ്ടിരുന്നത്. അതിനപ്പുറത്ത് കടന്ന് ഈ കേസ് കൂടുതൽ അന്വേഷിക്കുകയും ജസ്റ്റിനെ എവിടെയെന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമായിരുന്നു. മാത്രമല്ല, ഒരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്ന് അന്വേഷണ ഘട്ടത്തിൽ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. കോവിഡ് വന്നതുകൊണ്ടാണ് ജസ്റ്റിനെ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാതെ പോയത്. അതുൾപ്പെടെ CBIക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് KG സൈമൺ വ്യക്തമാക്കുകയും ചെയ്തത്. മാത്രമല്ല, ലോക്കൽ പോലീസിന്റെ അന്വേഷണ ഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയാത്തത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. അതൊക്കെ ഉൾപ്പെടെ നോക്കി വായിക്കുമ്പോൾ CBI ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് KG സൈമൺ പറഞ്ഞത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. KG സൈമന്റെ പ്രതികരണത്തിലേക്ക് കൂടി. ഇതും ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു 48 hours നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അന്വേഷണം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവർ കണ്ട് എഴുതി എന്നുള്ളതാണ് സത്യം. അതിൻ്റെ അകത്ത് CBIയുടെ ഒരു നോട്ടത്തിൽ, അതും ക്രൈംബ്രാഞ്ച് നോട്ടത്തിൽ ചിലപ്പോൾ അത് വന്നിരിക്കാം. എങ്കിലും അതൊരു പിന്നീട് അന്വേഷിക്കുന്നവർക്ക് ആ ഭാഗം കവർ ചെയ്യത്തക്ക രീതിയിലുള്ള അന്വേഷണങ്ങൾ പലതും നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അന്ന് ജസ്ന കയറിപ്പോയി എന്ന് പറയുന്ന ബസ്, ആ ബസ്സിലുള്ള ആൾക്കാർ അന്ന് തന്നെ കണ്ടു ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചെന്തെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷേ ഞങ്ങൾ കണ്ടു ചോദിക്കും, ഞങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച് ലോക്കൽ പോലീസ് അല്ലെങ്കിൽ കേരള പോലീസിനെ പിന്നെ ചോദിച്ചു നമുക്കത് ക്ലിയറായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിന് പറ്റാതെ വരുമ്പോൾ നമ്മൾ അടുത്തേക്ക് പിന്നെ പോവുകയാണ്. ഇതോടെ വാർത്താമഴ പൂർത്തിയാകുന്നു.